കുപ്രസിദ്ധ അന്തർസംസ്ഥാന കുറ്റവാളി കാസർകോട്ടെ പെരിയാട്ടെടുക്കം റിയാസും മാള ഇരട്ടക്കൊലക്കേസ് പ്രതി റിപ്പർ ജയാനന്ദനും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടി. ഞായറാഴ്ച രാത്രി 12-നും പുലർച്ചെ 5-നുമിടയിലാണ് ജയിൽ അധികൃതരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ തടവുചാട്ടം. ജീവിതപര്യന്തം തടവുകാരനായിട്ടാണ് തൃശൂർ മാള സ്വദേശിയായ റിപ്പർ ജയാനന്ദൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയത്. മാളയിൽ അമ്മയെയും മകളെയും തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ഗർഭിണിയായ മരുമകളെ തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് റിപ്പർ ജയാനന്ദൻ. 4 വർഷം മുമ്പുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. തീവ്രവാദി കേസുകളിൽ ഉൾപ്പെട്ട തടിയൻ്റെവിടെ നസീർ അടക്കമുള്ള തീവ്രവാദികളെ നേരത്തെ സൂക്ഷിച്ചിരുന്ന സെല്ലാണ് 10-ാം നമ്പർ ബ്ലോക്ക്. ഇവിടെ 24 മണിക്കൂറും 4 വാർഡന്മാരുണ്ടാകും. ഷോർട്ട് സർക്യൂട്ട് ടിവിയും ഉണ്ട്. 4 ദിവസം മുമ്പ് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ് ഈ സംവിധാനം ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ മഴയും ഇടിയും ഉള്ളതിനെ തുടർന്ന് ഷോർട്ട് സർക്യൂട്ട് ടിവി ഇന്നലെ ഓഫ് ചെയ്തിരുന്നു. ജയിലിൽ നിന്നും പുറത്തുകടന്ന പ്രതികൾ മറ്റെവിടെ നിന്നെങ്കിലും വസ്ത്രം സംഘടിപ്പിച്ച് രക്ഷപ്പെട്ടിരിക്കാമെന്നും പോലീസ് കരുതുന്നു. പ്രതികളെ പുറത്തുനിന്ന് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാവുമെന്നും പോലീസ് സംശയിക്കുന്നു. കണ്ണൂർ എസ്.പിയുടെ നേതൃത്വത്തിൽ പോലീസ് ജയിലിലെത്തി പരിശോധന നടത്തി സഹവു തടവുകാരിൽ നിന്ന് മൊഴിയെടുത്തു. കണ്ണൂർ ജയിൽ ചാടിയ പെരിയാട്ടെടുക്കം റിയാസിനും മാള ജയാനന്ദനുമായി കാസർകോട്ടും പോലീസ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇരുവരും ചാടിയ വിവരം അറിഞ്ഞതു തൊട്ട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ, കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ, 2 ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. അതിർത്തി റോഡുകളിലും പ്രത്യേക പരിശോധന നടത്തി. കർണാടകയിലും പോലീസ് ജാഗ്രത പുലർത്തി വരികയാണ്.